ഒരു വശത്ത് ഇസ്രയേലും അമേരിക്കയും, മറുവശത്ത് ഇറാൻ. ഇങ്ങനെ തുടങ്ങിയ ഈ യുദ്ധം ഒരു ലോക യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? എന്താണ് തോന്നുന്നത്? വാർത്തകൾ മൊത്തത്തിൽ ലക്ഷണം ശരിയല്ല എന്നുള്ള ഒരു ഫീലാണ് നമുക്കുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങുമ്പോൾ അമേരിക്ക ഇസ്രായേലും കൂടി ഇറാനെ ആക്രമിക്കുന്നു. ഇറാൻ വെറുതെ ഇരിക്കുകയാണ്, അവരെ കയറി ആക്രമിക്കുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഉന്നത രാഷ്ട്രീയ നേതൃത്വമടക്കം 48ഓളം പേര് കൊല്ലപ്പെടുന്നു. പിന്നെ സ്കൂൾ കുട്ടികളെ കൊന്നൊരാക്രമണം ഉണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ടായതിനു ശേഷം ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങി. ഈ തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോൾ ഇറാൻ അടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഇസ്രായേലിനെയാണ്. അമേരിക്ക വളരെ ദൂരത്താണ്. അവിടം വരെ ഒരു മിസൈൽ ഉണ്ടെങ്കിൽ പോലും അവർ പ്രയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അതിനുള്ള മിസൈലില്ല. പക്ഷേ ഇറാൻ്റെ ആക്രമണത്തിൽ വന്നത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തന്നെയാണ്. അത് ഗൾഫ് രാജ്യങ്ങളിലുള്ളതാണ്. അതായത് സൗദി അറേബ്യ ഉണ്ട്, UAE, അതുപോലെ ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ. ഇവരുടെയൊക്കെ സെൻറ്ററുകളിൽ ഓരോ ഘട്ടത്തിലായിട്ട് ഇറാൻ്റെ ആക്രമണം നടന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ട GCC രാജ്യങ്ങളിലെല്ലാം ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. അപ്പം തുടക്കം 3 രാജ്യങ്ങളായിരുന്നു: അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ. അതിൽ നിന്ന് GCC രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഇതിന് ശേഷം പിന്നീട് സൗദി അറേബ്യ ഈയിടെ തിരിച്ചടിച്ചു. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ്. അപ്പോൾ അതോടുകൂടി ഇറാഖിൽ ആക്രമണം ഉണ്ടായി. അപ്പം ഈ യുദ്ധത്തിൽ പെടാണ്ട് നിന്ന രാജ്യമായിരുന്നു ഇറാഖ്. അമേരിക്ക ഒരുപക്ഷെ കരയുദ്ധം നടത്തുമ്പോൾ ഇറാഖിലൂടെ വേണം ഇറാനിലേക്ക് കടക്കാനായിട്ട്. അതിനുള്ള വഴികൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറാഖിലെ കുർദ് പോപ്പുലേഷന് ആയുധമണിയിച്ച് അവരെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ അമേരിക്ക നോക്കുന്നുണ്ടായിരുന്നു. അത് ആവുന്നിടം വരെ ഇറാഖിൻ്റെ മണ്ണ് യുദ്ധത്തിന് ഉപയോഗിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതുണ്ട് എന്ന് വേണം കണക്കുകൂട്ടാൻ. പക്ഷേ അങ്ങനെ ഒരു സൈനിക നീക്കം വരുന്നതിന് മുമ്പ് തന്നെ ഇറാഖിലുള്ള ചില വിമത ഗ്രൂപ്പുകളുണ്ട്. അവർ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു. അവർ സൗദിയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സൗദി അറാംകോ എന്ന് പറയുന്ന പ്രശസ്തമായ ഓയിൽ കമ്പനിയുടെ സംവിധാനങ്ങളിലേക്ക് അവരുടെ അറ്റാക്ക് ഉണ്ടായി. അവരുടെ ഗ്യാസ് പൈപ്പ് ലൈനൊക്കെ പൊട്ടിത്തെറിച്ചു. അങ്ങനെ വന്നതോടുകൂടിയിട്ട് സൗദിയും അമേരിക്കയും ചേർന്ന് ജോയിൻ്റായിട്ട് ഒരാക്രമണം ഇറാഖിൽ അഴിച്ചുവിട്ടു. അങ്ങനെ ഇറാഖും ഇതിനകത്ത് വന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ ജോർഡാനിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. ജോർഡാൻ സേഫാണെന്നാണ് അമേരിക്ക വിശ്വസിച്ചിരുന്നത്. അവിടെ വലിയ സൈനിക കേന്ദ്രമുണ്ട് അമേരിക്കയിൽ. റഡാർ സ്റ്റേഷൻ ഉണ്ട്, റീഫ്യൂലിംഗ് വിമാനങ്ങൾ നടത്തിയിട്ടിരിക്കുന്നു, അങ്ങനെയെല്ലാം ഉണ്ട്. ഇത്തരം സംവിധാനങ്ങൾ മറ്റ് GCC രാജ്യങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ അവയ്ക്ക് ഏതാണ്ട് മിക്കവാറും തകർക്കപ്പെട്ടു. 18 അമേരിക്കൻ സൈനികരെ മരിച്ചുള്ളൂ എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും ശരിക്കും നമ്മൾ കരുതേണ്ടത് അതൊന്നുമല്ല, ആയിരങ്ങളിലേക്ക് കടന്നു എന്നാണ്. കാരണം ചില മാധ്യമങ്ങൾ ചില കമ്പാരിസൺ സ്റ്റഡി നടത്തുന്നുണ്ടായിരുന്നു. അമേരിക്ക പരസ്യമായിട്ട് വെളിയിൽ വിട്ട സൈനികരുടെ മരണസംഖ്യ ഒരു 18 ഉള്ളൂ. അവരുടെ പേരുകളും പെൻറ്റഗണിൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അതേസമയം അമേരിക്കൻ പത്രങ്ങളിൽ ലോക്കലായിട്ട് ഗൾഫ് മേഖലയിൽ വന്ന ബോഡി ബാഗ്സ്, കോഫിനുകൾ, ശവപ്പെട്ടികൾ അത് വന്നത്, അവർക്ക് ഫ്യൂണറൽ അന്ത്യോപചാരം അർപ്പിക്കപ്പെട്ടത് തുടങ്ങിയിട്ടുള്ള വാർത്തകൾ നോക്കുമ്പോഴത്തേക്കും അമേരിക്കയുടെ പല ഭാഗത്തു നിന്നായിട്ട് ആ വാർത്തകൾ എടുത്താൽ ഏതാണ്ട് 1000 അടുത്ത ആൾക്കാരോ 1000 മുകളിൽ ആൾക്കാരോ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ളതോട് കൂടിയിട്ട് പല GCC രാജ്യങ്ങളുള്ള അമേരിക്കൻ സൈനികരെ അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് അമേരിക്കയെ മാറ്റേണ്ടി വന്നു. ഒന്നുകിൽ അവരെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ജോർഡാനിലേക്ക് മാറ്റി, കുറേ പേര് ഇസ്രായേലിലേക്ക് മാറ്റി. അങ്ങനെ ജോർഡാനിലേക്ക് മാറി അവിടെ സേഫാണ്, അവിടെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം വളരെ പക്കായാണ് എന്നൊക്കെ അമേരിക്ക വിശ്വസിച്ചിരിക്കുമ്പോൾ ജോർഡാനിൽ അതിശക്തമായ 2-3 ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതോടുകൂടി ജോർഡാനും യുദ്ധഭൂമിയായിട്ട് മാറി. ഒന്നാമത്തെ കാര്യം, അമേരിക്കയെ സഹായിക്കാൻ വേണ്ടി സ്വന്തം വിമാനത്താവളങ്ങളും മണ്ണും വിട്ടുകൊടുത്തിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഈ യുദ്ധത്തിൽ, യൂറോപ്യൻ രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഈ യുദ്ധത്തിൽ നേരിട്ടും പരോക്ഷമായിട്ടും പങ്കാളിയായി കഴിഞ്ഞു. ഒന്നുകിൽ അവർ ഇറാനെ ആക്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ ആക്രമണം അവരേറ്റുവാങ്ങുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. GCC രാജ്യങ്ങൾ 6 ഇറാൻ, അതുകൂടാതെ ഇറാഖുണ്ട്, ദെൻ സൗദി അറേബ്യയുടെ കാര്യം ഓൾറെഡി GCC രാജ്യങ്ങൾ നോക്കി ഇറക്കാം, അമേരിക്കയുണ്ട്, ഇസ്രായേലുണ്ട്. ഇത്രയും രാജ്യങ്ങൾ ഒരു യുദ്ധത്തിൽ തന്നെയാണ് ഇപ്പോൾ. അവിടെ ഒന്നും മനസമാധാനമില്ല. അവിടെ ജീവിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തൂടെ മിസൈലുകൾ പാഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്, അപ്പോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്, ചിലയിടത്ത് വീഴുന്നത് കാണുന്നുണ്ട്, പലയിടത്തും വീഡിയോയും ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരൊക്കെ കാണുന്നുണ്ട്. ഗൾഫ് മേഖല എന്നുള്ള ആൾക്കാർ നമ്മളെയൊക്കെ വിളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അവർ നേരിൽ കാണുന്നത് എന്താണ് എന്ന് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇതിനൊക്കെ പുറമെ എല്ലാത്തിനും മകുടം ചാർത്തിക്കൊണ്ട് കാസ്പിയൻ കടലിൽ കൂടെ പോയിരുന്ന, റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് പോയിരുന്ന ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടു. അത് ഇറാൻ്റെ ഉടമസ്ഥയുള്ള കപ്പലാണ്. മർച്ചൻ്റ് നേവിയാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. പക്ഷേ അതിനകത്ത് യുദ്ധസാമഗ്രിയാണുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഉക്രൈനാണ് ആക്രമിച്ചത്. ഉക്രൈൻ ഈ യുദ്ധത്തിൽ പങ്കാളിയായിരുന്നില്ല. ഉക്രൈൻ മാറി നിൽക്കുകയായിരുന്നു.
അതേസമയം യുദ്ധത്തിൽ മറ്റൊരു വിധത്തിൽ പരോക്ഷമായിട്ട് ഉക്രൈൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പരോക്ഷമായിട്ട് ഉക്രൈൻ ആക്രമിക്കപ്പെട്ടിട്ടുമുണ്ട്, പരോക്ഷമായിട്ട് ഉക്രൈൻ പങ്കെടുക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഉക്രൈനെ ആക്രമിക്കാൻ വേണ്ടി റഷ്യയ്ക്ക് ഇറാൻ ഡ്രോണുകൾ കൊടുത്തു. അതുപോലെ തന്നെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സൗദി അറേബ്യയ്ക്ക് ഡ്രോണുകൾ ഉക്രൈൻ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഡ്രോണുകളെ പ്രതിരോധിക്കുന്ന സംവിധാനം അമേരിക്കയും ഇസ്രായേലിനും ഉക്രൈൻ കൊടുക്കുന്നുണ്ട്. കാരണം അവരവിടെ റഷ്യ ഉക്രൈൻ തമ്മിൽ പ്രധാനമായിട്ടും ഡ്രോൺ അറ്റാക്കാണ് നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഡ്രോൺ പ്രതിരോധ സംവിധാനം അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഉക്രൈൻ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഇൻവോൾവ് ആണ് ഒരു പരിധി വരെ. മറ്റ് പല രാജ്യങ്ങളൊക്കെ കൂടുതൽ ഇൻവോൾവ് ആണ്. അങ്ങനെ ഉക്രൈൻ ഇത്തവണ നേരിട്ട് രംഗത്തെത്തി. കാരണം അവർ നേരിട്ട് തന്നെ ഒരു മിസൈൽ അറ്റാക്ക് ഒരു ഷിപ്പിൻ്റെ നേരെ നടത്തി. അങ്ങനെ പറയുമ്പോൾ വേറെ 2 വലിയ രാജ്യങ്ങളെ നമ്മൾ മറന്നുകൂടാ. അത് റഷ്യയും ചൈനയുമാണ്. റഷ്യയും ചൈനയും ഈ യുദ്ധത്തിൽ ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കുന്നു. കാരണം അവർ പിന്നിൽ നിന്ന് ഇറാനെ സഹായിക്കുന്നുണ്ട്, ഇൻ്റലിജൻസ് സംവിധാനം വെച്ച് സഹായിക്കുന്നുണ്ട്, ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, ഇറാൻ്റെ കമാൻഡ് സെൻറ്ററുകൾ ആക്രമണത്തിൽ തകർന്നപ്പോൾ റഷ്യ അവരുടെ ഡൂംസ്ഡേ വിമാനം അയച്ചു കൊടുത്തു. അതായത് ആകാശത്ത് നിന്നുകൊണ്ടോ താഴെ നിന്നുകൊണ്ടോ ആ വിമാനത്തിൽ ആക്രമണങ്ങളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ശത്രുവിൻ്റെ സംവിധാനങ്ങളൊക്കെ കണ്ടറിഞ്ഞ് എവിടെയൊക്കെ എന്തൊക്കെ മൂവ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ആ ഡൂംസ്ഡേ വിമാനം വന്നതിന് ശേഷം ഇറാൻ്റെ ആക്രമണത്തിന് മൂർച്ച വർദ്ധിച്ചു. ചുരുക്കത്തിൽ ഇറാനെ ഉള്ള കണ്ണു കൂടാണ്ട് അഡീഷണൽ കണ്ണു വെച്ച പോലെയായി. ഇതിൻ്റെ ഒപ്പം തന്നെ ഒമാനിലുണ്ടായിരുന്ന റഡാർ കേന്ദ്രങ്ങൾ, ഹോർമൂസിനെ നിരീക്ഷിച്ചിരുന്ന റഡാർ സെൻറ്ററുകൾ ഇറാൻ തകർത്തു. അങ്ങനെ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാവാത്ത ഒമാനും യുദ്ധത്തിൽ പങ്കാളിയായി. ചുരുക്കി പറഞ്ഞാൽ ഗൾഫ് മേഖലയിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും, സൊമാലിയൊക്കെ ഒഴിച്ച് മറ്റ് യമൻ ഓൾറെഡി പങ്കാളിയാണ്. കാരണം യമനിൽ ഹൂത്തികളുണ്ട്. സൊമാലിയ മാത്രം ഒരുപക്ഷെ അതിനകത്ത് ഡയറക്റ്റ് പങ്കാളിയാകത്തുള്ളൂ. ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും മണ്ണിൽ ഏതെങ്കിലും വിധത്തിൽ ഈ യുദ്ധത്തിൽ പങ്കാളിയാവുന്നുണ്ട്. അതുപോലെ തന്നെ 2 സമുദ്ര പാതകൾ, ഒന്ന് ഹോർമൂസ് കടലിടുക്ക്. ഹോർമൂസ് കടലിടുക്ക് കൂടെയാണ് പല രാജ്യങ്ങളുടെയും എണ്ണക്കപ്പലുകൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നത്. അവിടെ അടഞ്ഞു പോയിരിക്കുന്നു. പിന്നെയുള്ളത് സൂയസ് കനാലിൻ്റെ പാതയാണ്. ചെങ്കടലിൽ നിന്ന് സൂയസ് കനാലിലേക്ക് കൂടെ വന്ന് നേരെ അറബിക്കടലിലേക്ക് കടക്കുന്നൊരു പാത. ആ പാതയിലും ആക്രമണം നടക്കാൻ പോകുന്നു. അല്ലെങ്കിൽ അവിടെ ചില കപ്പലുകളിലും ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞു. ഹൂതി വിമതന്മാർ യമനിൽ നിന്ന് ആക്രമിക്കുകയാണ്. അവരവിടെ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പാതയിൽ കൂടെ വരുന്ന കപ്പലുകളെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ എണ്ണക്കപ്പലുകളെ പ്രത്യേകിച്ച് ഉന്നം വയ്ക്കാൻ അവർ ലക്ഷ്യമിടുന്നു. ചുരുക്കി പറഞ്ഞാൽ അറ്റ്ലാന്റിക്കിനെയും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സുപ്രധാനമായൊരു വ്യാപാരപാത അടഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് അടയുന്നതോടെ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഊർജ്ജവിനിമയം കിഴക്കൻ നാടുകളിലേക്കുള്ളത് ഏതാണ്ട് പൂർണ്ണമായിട്ട് തടസ്സപ്പെടും. ഇതൊരു വലിയ പ്രശ്നമാണ്. മറ്റ് പല ഗൾഫ് രാജ്യങ്ങൾക്കും ഹോർമൂസിൽ കടലിലേക്ക് കൂടി കപ്പലുകൾ വിടാൻ പറ്റിയില്ല എങ്കിൽ പോലും സൗദി അറേബ്യയ്ക്ക് സാധിക്കുമായിരുന്നു. കാരണം സൗദിക്ക് 2 ഇടത്തും ആക്സസ് ആണ് എന്നുള്ളതുകൊണ്ട്. സൗദിയുടെ ആ ആക്സസ് അടഞ്ഞാൽ സൗദിയിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ഊർജ്ജം നിന്നുപോയിട്ട് അതിൻ്റെ എല്ലാ പ്രതിസന്ധികളും ലോകരാജ്യങ്ങൾ അനുഭവിക്കും. നമുക്ക് റഷ്യയിൽ നിന്നാണെങ്കിലും എണ്ണക്കപ്പലുകൾ വന്നുകൊണ്ടിരുന്നത് സൂയസ് കനാൽ വഴിയാണ്. അതും അടഞ്ഞുപോയാൽ ചെറിയ വിഷയമല്ല. പിന്നെ ആഫ്രിക്കയിലുള്ള ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയോ അല്ലെങ്കിൽ റഷ്യയുടെ വടക്കൻ മേഖല ആർട്ടിക് യുറ്റിയോ ഒക്കെ വരേണ്ടി വരും. ആ മേഖലകളൊക്കെ അപകടകരമാണ്. അത്ര എളുപ്പമൊന്നുമല്ല. ഇന്ത്യ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഊർജ്ജ പ്രതിസന്ധിയാണ്. വരാൻ പോകുന്ന ഊർജ്ജ പ്രതിസന്ധി ഇപ്പോൾ ഉള്ളതിനേക്കാളും വലുതാവാനുള്ള സാധ്യതയുണ്ട്. ചൈനയിലും ഇതേ സാധ്യത തന്നെ നിലനിൽക്കുന്നു. അപ്പം പെട്രോളിയം റഷ്യയിൽ നിന്ന് എത്തിച്ചാൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ റഷ്യയിൽ നിന്ന് എത്തണ്ടേ എന്നൊരു ചോദ്യമാണ് മുന്നിലുള്ളത്. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് വ്യാപാരപാത എന്ന് പറയുന്നത് ഇനിയും പൂർണ്ണമായിട്ടില്ല. അതിപ്പോഴും അതിൻ്റെ പദ്ധതിയുടെ പണികൾ നടക്കുന്നേ ഉള്ളൂ. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ സൈബീരിയൻ മേഖലയിൽ നിന്ന് എണ്ണ ഖനനം ചെയ്ത് ഇന്ത്യയിൽ എത്തിക്കാൻ പറ്റും. പക്ഷേ അതിന് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യങ്ങൾ ഗുരുതരമാണ്. ഇനി മറ്റൊന്ന് എന്ന് വെച്ചാൽ, ലോകം മുഴുവൻ പല രാജ്യങ്ങൾക്കും അമേരിക്ക തന്നെ എണ്ണ വിൽക്കുന്നുണ്ട്, ഗ്യാസ് വിൽക്കുന്നുണ്ട്. അത് ഇന്ത്യൻ മേഖലയിലേക്ക് വരുന്നതും സൂയസ് കനാൽ വഴിയാണ്. ഹൂതികൾ ആക്രമണം അഴിച്ചു വിടുകയും സൂയസ് കനാൽ അടയുകയും ചെയ്താൽ അമേരിക്കയ്ക്ക് പോലും എണ്ണ വിൽക്കാൻ പറ്റാതെയാവും. അമേരിക്ക ഉണ്ടാക്കുന്ന പ്രതിസന്ധിയും ചെറുതായിരിക്കില്ല, വളരെ വലുതായിരിക്കും. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. അവർ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് വലിയ റിഫൈനറി ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷേ അവിടുന്ന് വിറ്റ് പോയില്ല എങ്കിൽ അമേരിക്കയും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ സങ്കീർണമാണ് പ്രശ്നങ്ങൾ, വളരെയധികം പ്രശ്നങ്ങളാണ്. ലോകയുദ്ധത്തിലേക്ക് ഇത് പോകണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പോയി എന്ന് വരാം. കാരണം ഉക്രൈൻ എടുത്ത സ്റ്റെപ്പ് അങ്ങനത്തെയായിരുന്നു. ഇറാൻ്റെ കപ്പലിനെ ആക്രമിക്കുക വഴി ഇറാനെ കൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കുക എന്ന് പറയാതെ പറയുകയാണ് ഉക്രൈൻ ചെയ്യുന്നത്. തിരിച്ചടിക്കും എന്നുള്ള പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇറാൻ സംയമനം പാലിച്ചു എന്ന് തന്നെയാണ്. ഇതുവരെ തിരിച്ചടിച്ചിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കാം? കാരണം അങ്ങനെ ഒരു തിരിച്ചടി മുഴുവൻ യൂറോപ്പിനെയും യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സെലൻസ്കി ആഗ്രഹിക്കുന്നത് യൂറോപ്പ് യുദ്ധത്തിൽ വരണമെന്നാണ്. സെലൻസ്കിക്ക് യുദ്ധം മതി. യുദ്ധം ഉണ്ടായാലേ അയാൾ പ്രസിഡൻ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. എന്ന് യുദ്ധം അവസാനിക്കുന്നോ അന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കേണ്ടി വരും. അയാൾ ചിലപ്പോൾ വെളിയിൽ പോയിന്ന് വരും.
യുദ്ധം നടക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ യുദ്ധത്തിൻ്റെ പേരിൽ തന്നെ ആയുധ കമ്പനികളിൽ നിന്ന് ധാരാളം പൈസ കിട്ടും. അപ്പോൾ അയാൾക്ക് വേണ്ടുന്നത് ഏതെങ്കിലും അമേരിക്കയിലോ എവിടെയുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിൽ കുന്നുകൂടിക്കോളും. അയാൾക്ക് എല്ലാം കഴിയുമ്പോൾ ഫാമിലി ഒത്ത് പറന്നങ്ങ് പോയാൽ മതി. സ്വന്തം രാജ്യം എത്ര വെച്ചാലും പ്രശ്നമൊന്നുമില്ല. യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചത് സെലൻസ്കിയാണ്. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനും കാരണം അയാളാണ്. ഈ യുദ്ധം നിലനിർത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട റഷ്യയായിട്ടുള്ള യുദ്ധം നിലനിൽക്കാനുള്ള പ്രധാന കാരണം സെലൻസ്കി തന്നെയാണ്. മറുവശത്ത് നെതന്യാഹുവാണ് കാരണം. നെതന്യാഹു സെലൻസ്കിയും ഈ രണ്ടുപേരും ജൂതന്മാരാണ്. ഇതിനകത്ത് ഒരു ജൂതന്മാരുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഗൂഢാലോചന കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇത് അവരടുത്തായിട്ട് ശ്രമിക്കുന്നത് നാറ്റോയെ മുഴുവനായിട്ട് യുദ്ധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ഇറാൻ ഒന്ന് തിരിച്ചടിച്ചാൽ മതി, ഉക്രൈൻ്റെ തിരിച്ചടിച്ചാൽ മതി. അത് യൂറോപ്പിൻ്റെ നേരെയുള്ള ഒരു ആക്രമണമായിട്ട് സെലൻസ്കി ആരോപണം ഉന്നയിക്കും. യൂറോപ്പ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, അമേരിക്ക അത് തന്നെ പറയും. യൂറോപ്പ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ഇസ്രായേലും അത് തന്നെ പറയും. ചുരുക്കി പറഞ്ഞാൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കെങ്കിലും ഒരു പ്രതിരോധ നടപടിയിലേക്ക് കടക്കേണ്ടി വരും. പ്രധാനമായിട്ടും അത് ഫ്രാൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തി ഫ്രാൻസാണ്. അവർ ആണവ ശക്തിയാണ്. ഇറാൻ ഇങ്ങനെ യുദ്ധമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഫ്രാൻസിന് വലിയ താല്പര്യമൊന്നുമില്ല. ഫ്രാൻസ് സംയമനം പാലിക്കുന്നുണ്ട്, നേരിട്ട് യുദ്ധത്തിലിറങ്ങാൻ അവർക്ക് താല്പര്യമില്ല. എങ്കിൽ പോലും ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെയെങ്കിൽ യൂറോപ്പ് ഇറാനെതിരെ നീങ്ങിയാൽ റഷ്യക്ക് ഇറങ്ങേണ്ടി വരും. പോളണ്ടിൽ കൂടി റഷ്യൻ സൈന്യം യൂറോപ്പിലേക്ക് പ്രവേശിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരേ സമയം രണ്ട് യുദ്ധമുഖങ്ങളിൽ യൂറോപ്പിന് യുദ്ധം ചെയ്യേണ്ടി വരും. ഒരു വശത്ത് ഇറാനെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും, മറുവശത്ത് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും. ഇത് വളരെ സീരിയസ് ആയിട്ടൊരു അവസ്ഥയാണ്. യൂറോപ്പിൻ്റെ സ്ഥിതി എന്താവും എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. കാരണം യൂറോപ്പ് ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവർക്ക് ആയുധങ്ങൾ ആവശ്യത്തിലില്ല. ഉള്ള ആയുധങ്ങൾ മുഴുവൻ ഉക്രൈന് കൊടുത്തിട്ട് റഷ്യയായിട്ട് യുദ്ധം ചെയ്ത് അതോടെ തീർത്തിട്ടുണ്ട്. പുതിയ ആയുധങ്ങളുടെ ഓർഡറുകൾ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അതായത് US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നതുകൊണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട ആയുധ കമ്പനികൾ മുഴുവൻ അങ്ങോട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ചൈനയിലും റഷ്യയിലുള്ള ആയുധ കമ്പനികൾ ഇറാനും ആയുധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും റഷ്യയ്ക്കും ചൈനയ്ക്കും ഇന്ത്യയ്ക്കുമൊക്കെ ധാരാളം ആയുധങ്ങളുണ്ട്. പാകിസ്ഥാനടക്കമുള്ള രാജ്യങ്ങൾക്ക് ആയുധമുണ്ട്. ഉത്തര കൊറിയയ്ക്ക് ആയുധമുണ്ട്. ഉത്തര കൊറിയ സൈനികരെ സപ്ലൈ ചെയ്യുന്നുണ്ട്. 1.5 ലക്ഷം സൈനികരെ അവർ റഷ്യയിലേക്ക് വിട്ടു. അതിലേതാണ്ട് 1.5 ലക്ഷം 1 ലക്ഷം സൈനികർ പോകാൻ പോകുന്നത് ഇറാനിലേക്കാണ്. ബാക്കിയുള്ളവർ റഷ്യയോടൊപ്പം നിൽക്കും. അത് ഉക്രൈനിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റഷ്യയുടെ സ്വന്തം സൈന്യശേഷി തന്നെ ഏതാണ്ട് 30 ലക്ഷത്തിൻ്റെ അടുത്തുണ്ട്. റിസർവ് സൈനികർ ഉൾപ്പെടെ അതിന് മുകളിൽ വരും. അങ്ങനെയുള്ളൊരു വലിയ സൈന്യം റഷ്യയ്ക്കുണ്ട്. അവർ ഇതുവരെ റഷ്യ രംഗത്ത് ഇറക്കിയിട്ടില്ല എന്നാണ് കരുതേണ്ടത്. കാരണം വാഗണർ ആർമി പോലുള്ള കൂലിപ്പട്ടാളത്തെയാണ് റഷ്യ ആദ്യഘട്ടത്തിൽ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ലോകമാസകലം അനേകം പേരെ റഷ്യയിൽ ജോലി എന്ന് പറഞ്ഞ് റിക്രൂട്ട് ചെയ്തു. അവിടെ കൊണ്ടുവന്നിട്ട് റഷ്യൻ പട്ടാളക്കാരാക്കി മാറ്റി. ഇപ്പം ഉത്തര കൊറിയയിൽ നിന്നും കൂടെ പട്ടാളക്കാരെ സ്വീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ റഷ്യ കണ്ടിന്യൂസ്ലി വാറിലാണ്. അവർ യുദ്ധത്തിൽ എപ്പോഴും ഉണ്ടാവും. അവർ പിന്നോട്ട് പോവില്ല. അവർക്ക് ധാരാളം ആയുധങ്ങളുണ്ട്. യുദ്ധം ചെയ്യാനും പറ്റും. ചൈന ഇതുവരെ യുദ്ധത്തിൽ ഇറങ്ങിയിട്ടില്ല. എവിടെയും ആൾക്കാരെ സപ്ലൈ ചെയ്തിട്ടില്ല. ചൈനീസ് ആർമിയും വളരെ വലുതാണ്. ഇന്ത്യ ഇതിനകത്ത് നേരിട്ട് ഇതുവരെ ഇൻവോൾവ് ആയിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു അക്രമം കാണിക്കാൻ നിന്നാൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ ആക്രമിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ഇന്ത്യ യുദ്ധത്തിൽ പങ്കാളിയായി എന്ന് വരാം. അപ്പോൾ ഇവിടെ ഇനി അങ്ങോട്ടുള്ള സാധ്യതകൾ, യൂറോപ്പ് ഏതെങ്കിലും വിധത്തിൽ ഈ യുദ്ധത്തിൽ പങ്കാളിയാവുകയാണെങ്കിൽ ഒരു വശത്ത് റഷ്യയും വേറൊരിടത്ത് ചൈനയും ചിലപ്പോൾ യുദ്ധത്തിൽ ഇറങ്ങേണ്ടി വരും. ചൈന ഇറങ്ങാൻ പോകുന്നത് നേരിട്ട് യൂറോപ്പിനെ ആക്രമിച്ചായിരിക്കില്ല. പകരം തായ്വാൻ എന്നുള്ള ചെറു രാജ്യത്തെ പിടിച്ചടക്കിക്കൊണ്ടായിരിക്കും. അമേരിക്ക സംരക്ഷിച്ച് നിർത്തുന്ന ഒരു രാജ്യമാണ് തായ്വാൻ. തായ്വാനിൽ പഴയ, അതായത് പണ്ടത്തെ ചൈനീസ് നേതാക്കന്മാർ തായ്വാനിലേക്ക് ഓടിപ്പോയ കാലം തൊട്ടും ഏതാണ്ട് അതിന് മുമ്പും പഴയ ചൈന, മാവോ സേതുങ്ങിന് മുമ്പുള്ള ചൈനയായിട്ട് അമേരിക്ക സഖ്യത്തിലായിരുന്നു. ആ ചൈനയുടെ ഭരണാധികാരികൾ ഓടിപ്പോയ സ്ഥലമാണ് തായ്വാൻ. അന്ന് തൊട്ട് തായ്വാനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് അവിടം യുദ്ധത്തിൽ വന്നു എന്ന് വരാം. ഇത്രയൊക്കെ സംഭവിക്കുമ്പോൾ ജപ്പാൻ്റെ നിലപാട് എന്തായിരിക്കും നമുക്കറിയില്ല. ഉത്തര കൊറിയ സൗത്ത് കൊറിയ ആക്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജപ്പാനും എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. കാരണം ജപ്പാൻ ഏറ്റവും കൂടുതൽ കരുതിയിരിക്കുന്നത് മറ്റൊരു രാജ്യത്തേല ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങൾ പലപ്പോഴും നടക്കുന്നത് ജപ്പാൻ്റെ മുകളിൽ കൂടെയാണ്. അത് അവരുടെ അനുമതിയോടുകൂടിയല്ല. പക്ഷേ അവർ അതിൽ കൂടെ മിസൈലുകൾ അയക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെ ജപ്പാന് വളരെയധികം രോഷമുണ്ട് ഉത്തര കൊറിയയോട്. ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പല പല രാജ്യങ്ങൾക്കും ഭാവിയിൽ യുദ്ധത്തിൽ ഇറങ്ങേണ്ടി വന്നേക്കാം. ഇതിനകത്ത് ഒരുപക്ഷെ അവസാനം ഇറങ്ങുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കും. ഇന്ത്യ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാനേ നോക്കുകയുള്ളൂ. എങ്കിലും ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ന് പല രാജ്യങ്ങളെയും മറ്റുള്ളവർ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നുവെങ്കിൽ നാളെ ഇന്ത്യ ഏതെങ്കിലും രാജ്യം യുദ്ധത്തിലേക്ക് വലിച്ചഴക്കില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ചുരുക്കത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം എന്നൊരു യുദ്ധത്തിലേക്കായാലും ലോകത്തിന് ചിലപ്പോൾ പോകേണ്ടി വന്നേക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമുക്ക് ആശിക്കാനുള്ളത്. പക്ഷേ ഒന്നും പറയാനാവില്ല. കാരണം യുദ്ധം ഗൾഫിൽ തന്നെ പുതിയ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ജോർഡാനിലേക്കും ഇറാഖിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. സിറിയയിലേക്ക് ഇനി വ്യാപിക്കും. കാരണം സിറിയയുടെ മണ്ണ് അമേരിക്കയ്ക്ക് കരയുദ്ധത്തിന് ഉപയോഗിക്കേണ്ടി വരും. ലെബനൻ്റെ മണ്ണ് ഉപയോഗിക്കേണ്ടി വരും. ലെബനൻ ഓൾറെഡി യുദ്ധത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഹിസ്ബുള്ള പോരാളികളുള്ളത് ലെബനനിലാണ്. ഇസ്രായേൽ അവർ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അമേരിക്ക ഹിസ്ബുള്ളയ്ക്കെതിരെ സൈനിക വിന്യാസം ലെബനിൽ നടത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ,
നമ്മൾ ഈ പറയുന്ന അറബ് ആഫ്രിക്കൻ ഗൾഫ് മേഖല എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ, അവിടെ സൊമാലിയ ഒഴിച്ച് ബാക്കി മുഴുവൻ രാജ്യങ്ങളും ഇപ്പോൾ യുദ്ധത്തിലായി കഴിഞ്ഞു. ഉക്രൈൻ ഈ യുദ്ധത്തിലേക്ക്, ഗൾഫ് കണക്കെ യുദ്ധത്തിലേക്ക് നേരിട്ട് പങ്കാളിയായി കഴിഞ്ഞു. യൂറോപ്പിനെ അതിലേക്ക് വലിച്ചിടാൻ ഉക്രൈൻ ആഗ്രഹിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്ഥിതി വളരെ മോശമാണ്, ശോകമാണ്, ആശങ്കാകുലമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം, ആശിക്കാം. പക്ഷേ ഒന്നും പറയാനാവില്ല.